സോ ജാവാസ്ക്രിപ്റ്റിൻ്റെ നാലാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ജാവാസ്ക്രിപ്റ്റിലെ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ്. ജാവാസ്ക്രിപ്റ്റ് ഓപ്പറേറ്റേഴ്സൊക്കെ തന്നെ നമുക്കറിയാവുന്ന നോർമലി നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ പരിചയപ്പെടുന്ന അതേ ഓപ്പറേറ്റേഴ്സ് തന്നെയാണ്. ഒന്ന് രണ്ടെണ്ണം അഡീഷണൽ വരുന്നുണ്ട്. പിന്നെ ചില ഓപ്പറേറ്റേഴ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ ഇവിടെ വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഓപ്പറേറ്റേഴ്സ് അധികമായിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇത് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സാണ് ടേബിളിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതിനകത്ത് ഒരെണ്ണം മാത്രമാണ് ഒരു വെറൈറ്റി, എക്സ്പൊണൻഷ്യേഷൻ കണ്ട് എക്സ്പൊണൻ്റ് കാണുന്നതിന്, പവർ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റർ ഇല്ലേ, അതിവിടെയുണ്ട്. ഡബിൾ സ്റ്റാർ ആണ്. ഓക്കെ, നോർമലി നമ്മൾ സിയിലും CPP-യിലും ഒന്നും ഒക്കെ ഈ പവർ കാണുന്നതിന് ഒരു പ്രത്യേക ഓപ്പറേറ്റർ നമുക്കില്ല. ഓക്കെ, പവർ കാണുന്നതിന് ഒരു ഓപ്പറേറ്റർ ഇല്ല. നമുക്ക് ഈ പോസ്റ്റ് ഫിക്സ്, ഇവാലുവേഷൻ, പ്രീഫിക്സ് അങ്ങനെയുള്ള ഇവാലുവേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ആരോ പോലത്തെ അല്ലേ, മുകളിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന, അപ്പറിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ആരോ പോലെ നമ്മൾ സിമ്പിൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ പ്രോഗ്രാമിൽ നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിന് പകരം POW ഫംഗ്ഷൻ അല്ലേ, ആ പവർ ഫംഗ്ഷൻ, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് പവർ കാണുന്നതിന് ഓപ്പറേറ്റർ ഉണ്ട്. ആസ്റ്ററിസ്ക് സൈൻ, അതായത് നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സൈൻ, അത് രണ്ടെണ്ണം അടുപ്പിച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 2 സ്റ്റാർ. ഓക്കെ, അത് എന്താണ്, പവർ കാണുന്നതിനുള്ള ഓപ്പറേറ്ററാണ്. അതൊരു വെറൈറ്റി ഓപ്പറേറ്ററാണ്, വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാവുന്ന തന്നെയാണ്. ഇനി അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, അത് നമുക്കറിയാവുന്ന അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് തന്നെയാണ്. ജസ്റ്റ് ഈക്വൽ ടു, പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു ഒക്കെ നമുക്കറിയാം. അപ്പോൾ എക്സ് പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ നമുക്കറിയാം. അത് നമ്മൾ നോർമലി കാണുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ പവർ ഓപ്പറേറ്റർ ഉണ്ടല്ലോ, ഡബിൾ സ്റ്റാർ വരുന്നത്, അതിനും ഇതേ രീതിയിൽ തന്നെ അസൈൻമെൻറ്റ് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ എക്സ് ഡബിൾ സ്റ്റാർ ഈക്വൽ ടു വൈ എന്നതിൻ്റെ മീനിങ് എക്സ് ഈക്വൽ ടു എക്സ് ഡബിൾ സ്റ്റാർ വൈ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എക്സ് ഈക്വൽ ടു എക്സ് ഡബിൾ സ്റ്റാർ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പവർ വൈ എന്ന് എഴുതുക. ഓക്കെ, എക്സ് പവർ വൈ എന്ന് എഴുതുക. അപ്പോൾ എക്സ് എന്നുള്ളത് 5ഉം വൈ എന്നുള്ളത് 2ഉം ആണെങ്കിൽ 5 പവർ 2 എന്നുള്ള രീതിയിൽ എഴുതുക. അതിന് ആൻസർ കണ്ടുപിടിച്ചിട്ട് എക്സിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ആ ഒരു രീതിയാണ്. ഇവിടെയാണ് അടുത്ത നമ്മുടെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വ്യത്യസ്തത വരുന്നുണ്ട്. സാധാരണ നമ്മൾ പഠിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് 1-2 അധികം ഇവിടെ വരുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡബിൾ ഈക്വൽ ടു ആണല്ലേ. ഇപ്പോൾ A ഡബിൾ ഈക്വൽ ടു B എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും വാല്യൂസ് കമ്പയർ ചെയ്യും. വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ ട്രൂ എന്ന് വരും, ഈക്വൽ അല്ലെന്നുണ്ടെങ്കിൽ ഫോൾസ് എന്നുള്ള റിസൾട്ട് വരും. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ കമ്പാരിസന് വേണ്ടി ഡബിൾ ഈക്വൽ ടു ഉണ്ട്. അതിനോടൊപ്പം തന്നെ ട്രിപ്പിൾ ഈക്വൽ ടു ഉണ്ട്. 3 ഈക്വൽ ടു അടുപ്പിച്ച് വരുന്നത്. ഇത് 2 ഈക്വൽ ടുക്ക് വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഡബിൾ ഈക്വൽ ടു? ഡബിൾ ഈക്വൽ ടു എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ 2 വേരിയബിൾസിൻ്റെ വാല്യൂസ് മാത്രം കമ്പയർ ചെയ്യുന്നതാണ് ഡബിൾ ഈക്വൽ ടു. ഇപ്പോൾ എക്സിനകത്ത് 5 ഉണ്ട്, വൈക്കകത്തും 5 ഉണ്ട്. അപ്പോൾ എക്സ് ഡബിൾ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ കണ്ടൻറ്റും 5ആണ്, വൈയുടെ കണ്ടൻറ്റും 5ആണ്. സോ ട്രൂ എന്നുള്ള വാല്യൂ കിട്ടും. ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ എക്സിനകത്ത് എന്തുണ്ട്? 5 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. വൈ ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സ് ഞാൻ 5 എന്ന് കൊടുത്തു. അപ്പോൾ ഒരു സ്ട്രിങ് ടൈപ്പാണ് അല്ലേ. അപ്പോൾ എക്സിനകത്ത് ഒരു നമ്പർ വാല്യൂ ആണ് 5, വൈക്കകത്തൊരു സ്ട്രിങ് വാല്യൂ ആണ് 5. ദെൻ എക്സ് ഡബിൾ ഈക്വൽ ടു വൈ ഞാൻ കമ്പയർ ചെയ്താലോ, അപ്പോഴും എനിക്ക് ട്രൂ തന്നെ ആയിരിക്കും കിട്ടുന്നത്. കാര്യം എന്താണ്? എക്സിൻ്റെ കണ്ടൻറ്റും 5ആണ്, വൈയുടെ കണ്ടൻറ്റും 5ആണ്. അതിൻ്റെ ടൈപ്പിന് യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വാല്യൂസ് മാത്രം കമ്പയർ ചെയ്യുന്നതിനാണ് ഡബിൾ ഈക്വൽ ടു ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൻ്റെ നേരെ റിവേഴ്സാണ് നോട്ട് ഈക്വൽ ടു. അതായത് ജസ്റ്റ് ഒരു എക്സ്ക്ലമേഷൻ സൈനും ഒരു സിംഗിൾ ഈക്വൽ ടുവും കൊടുക്കുന്നതാണ് നോട്ട് ഈക്വൽ ടു. ഈ ഡബിൾ ഈക്വൽ ടുവിന് നേരെ ഓപ്പോസിറ്റ് ആ ഒരു ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഡബിൾ ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ളതാണ് ട്രിപ്പിൾ ഈക്വൽ ടു. എന്താണ് ട്രിപ്പിൾ ഈക്വൽ ടു ചെയ്യുന്നത്? ട്രിപ്പിൾ ഈക്വൽ ടു ഈ പറയുന്ന വാല്യൂ മാത്രമുള്ള ടൈപ്പും കൂടെ കമ്പയർ ചെയ്യും. ഓക്കെ, വാല്യൂ മാത്രമല്ല ടൈപ്പ് കൂടെ കമ്പയർ ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ എക്സിനകത്ത് 5 കൊടുത്തു, വൈക്കകത്ത് ഡബിൾ കോഡ്സിലുള്ള 5ആണ് കൊടുത്തതെങ്കിൽ എക്സ് ട്രിപ്പിൾ ഈക്വൽ ടു വൈയുടെ വാല്യൂ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. കാര്യം എക്സിൻ്റെ വാല്യൂ 5, വൈയുടെ വാല്യൂ 5, അത് ഓക്കെയാണ്. പക്ഷേ എക്സ് നമ്പർ ടൈപ്പാണ് അല്ലേ, വൈ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ടൈപ്പാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന സാധനമാണ് ഏത്? എക്സ്ക്ലമേഷൻ ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്നത്. ട്രിപ്പിൾ ഈക്വൽ ടുവിൻ്റെ ഓപ്പോസിറ്റാണ് നോട്ട് ഫംഗ്ഷൻ. അപ്പോൾ നോട്ട് ഫംഗ്ഷൻ ആകുമ്പോൾ ഡബിൾ ഈക്വൽ ടു ട്രൂ കാണിക്കുന്നിടത്ത് അതിൻ്റെ നോട്ട് ഫംഗ്ഷൻ ഫാൾസ് ആയിരിക്കും കാണിക്കുന്നത്. ആ ഒരു സെൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഡബിൾ ഈക്വൽ ടുവിൻ്റെ അതിനെ നമ്മൾ ഈക്വൽ ടു എന്നാണ് വിളിക്കുന്നത്. ട്രിപ്പിൾ ഈക്വൽ ടുവിനെ ഈക്വൽ വാല്യൂ ആൻഡ് ഈക്വൽ ടൈപ്പ്. പിന്നെ നോട്ട് ഈക്വൽ ടു, നോട്ട് ഈക്വൽ വാല്യൂ ഓർ നോട്ട് ഈക്വൽ ടൈപ്പ്. അങ്ങനെ ആ 4 പേര് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി നമുക്കറിയാവുന്നതാണ്. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ആ പരിപാടികൾ നമുക്കറിയാം. ലാസ്റ്റ് വൺ ടെർണറി ഓപ്പറേറ്ററാണ്. ഇവിടെ
ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, നമുക്കറിയാം ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് 2 ഡോട്ട്സും കൂടെ വരും അല്ലേ. അതെ, അപ്പോൾ അതാണ് ടെർണറി ഓപ്പറേറ്റർ. നമുക്കറിയാവുന്നതല്ലേ. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കണ്ടീഷൻ എഴുതുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, ഫുൾ കോളിന് ഇടുക, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. നമ്മൾ കൊടുത്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേറ്റേഴ്സ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഡബിൾ ഈക്വൽ ടു ട്രിപ്പിൾ ഈക്വൽ ടു, ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് ചോദിക്കാവുന്നതാണ്, നല്ല ചോദ്യമായിരിക്കും. അടുത്ത് നമുക്കറിയാവുന്ന തന്നെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓർ നോട്ട്, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന അതേ സിമ്പിൾസ് തന്നെയാണ്. അടുത്ത രണ്ടെണ്ണം പുതിയതാണ്, ടൈപ്പ് ഓഫും അതുപോലെ തന്നെ ഇൻസ്റ്റൻസ് ഓഫും. ടൈപ്പ് ഓഫ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ടൈപ്പ് ഓഫ് എന്തായിരിക്കും ഉദ്ദേശിക്കുക? ടൈപ്പ് ഓഫിന് ശേഷം നമ്മൾ പാരാന്തസിസ് കൊടുക്കും, അതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ ഏത് ടൈപ്പാണ്, ഏത് ഡാറ്റ ടൈപ്പാണെന്നുള്ളതായിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ഇൻറ്റിജർ വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഇൻറ്റ് എന്നുള്ളതായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ വേരിയബിൾ ഏത് ഡേറ്റയാണ് ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് ഏത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടൈപ്പ് ഓഫ് എന്ന ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു സാധ്യത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ നമ്മൾ ഡേറ്റ ടൈപ്പ് വെച്ചിട്ട് തന്നെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇൻറ്റ്, ഫ്ലോട്ട്, അങ്ങനെയൊക്കെ ഡേറ്റ ടൈപ്പുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഡിക്ലറേഷൻ നടത്തുന്നത്. സോ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ വേരിയബിൾ ഏത് ടൈപ്പ് ഡേറ്റയാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് അറിയേണ്ട കാര്യമില്ല. നമുക്ക് ഓൾറെഡി അറിയാം ഏത് ഡേറ്റ ടൈപ്പാണ് ആ പർട്ടിക്കുലർ വേരിയബിളിനുള്ളതെന്ന്. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെയല്ല, ഏത് വേരിയബിളിനും ഏത് ടൈപ്പ് ഡേറ്റയും ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അതിൻ്റെ ഡേറ്റ ടൈപ്പ് നമുക്ക് കണ്ടുപിടിക്കുന്നതിന് ഈ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ അതിനുശേഷമുള്ളതാണ് ഇൻസ്റ്റൻസ് ഓഫ്. ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്? റിട്ടേൺസ് ട്രൂ ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ടൈപ്പ്. ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ടൈപ്പിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യുമെന്ന്. അതായത് ഞാനിപ്പോൾ ഒരു അരേ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഒരു അരേ ക്രിയേറ്റ് ചെയ്തു. അരയുടെ പേര് ഇപ്പോൾ കളർ എന്നാണ് കരുതുക. കളേഴ്സ് എന്ന പേരിൽ ഞാൻ ഒരു അരേ ക്രിയേറ്റ് ചെയ്തു എന്ന് കരുതുക. ദെൻ ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന കളേഴ്സ് എന്ന് പറയുന്ന അരേ ഒരു ഒബ്ജക്റ്റ് ആണോ, ഒരു സ്ട്രിങ് ആണോ, ഒരു അരേ ആണോ എന്നൊക്കെ എനിക്ക് പരിശോധിക്കേണ്ടി സാധിക്കും. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കളേഴ്സ് സ്പേസ് ഇൻസ്റ്റൻസ് ഓഫ് സ്പേസ് അരേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും എൻ്റെ റിസൾട്ട്. അപ്പോൾ കളേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അരേ അല്ലേ. സോ കളേഴ്സ് ഇൻസ്റ്റൻസ് ഓഫ് അരേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ട്രൂ ആയിരിക്കും കിട്ടുന്നത്. കളേഴ്സ് ഇൻസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് കൊടുത്താലും ട്രൂ ആയിരിക്കും കിട്ടുന്നത്. കാര്യം അരേ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ടൈപ്പ് കൂടെ അല്ലേ. സോ കളേഴ്സ് ഇൻസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് കൊടുത്താലും എനിക്ക് ട്രൂ തന്നെ ആയിരിക്കും കിട്ടുന്നത്. കളേഴ്സ് ഇൻസ്റ്റൻസ് ഓഫ് നമ്പർ എന്ന് കൊടുത്താലോ എനിക്ക് ഫോൾസ് ആയിരിക്കും കിട്ടുന്നത്. കാര്യം ഞാൻ കളേഴ്സ് എന്ന് പറയുന്ന ഒരു അരയാണ് ക്രിയേറ്റ് ചെയ്തത്, അതൊരിക്കലും നമ്പർ ആവില്ല. മനസ്സിലാക്കിയാൽ മാത്രം മതി. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗീക്സിലോ അല്ലെങ്കിൽ W3 സ്കൂൾസിലോ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് കിടപ്പുണ്ട്. അത് നോക്കിയാലും നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന്, പർട്ടിക്കുലർ വേരിയബിൾ ഏത് ഡേറ്റ ടൈപ്പാണ് ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പർട്ടിക്കുലർ വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് ഏതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ. അടുത്തത് ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ. ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, അത് അരേ ആവാം, മാപ്പ് ആവാം, അല്ലേ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് തന്നെ ആവാം. ഇത് ഏത് ഒബ്ജക്റ്റ് ടൈപ്പിൽ ബിലോങ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ. അത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അടുത്തത് നമുക്ക് അറിയാവുന്ന തന്നെയാണ് നമ്മുടെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സാണ്. നോർമലി നമ്മൾ കാണുന്ന അതേ സിമ്പിൾസ് ഒക്കെ തന്നെയാണ് ഇവിടും യൂസ് ചെയ്യുന്നത്. റൈറ്റ് ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അൺസൈൻഡ് ശ്രദ്ധിക്കേണ്ടതാണ്. അൺസൈൻഡ് റൈറ്റ് ഷിഫ്റ്റേ ഉള്ളൂ, അൺസൈൻഡ് ലെഫ്റ്റ് ഷിഫ്റ്റ് ഇല്ല. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ അൺസൈൻഡ് ലെഫ്റ്റ് ഷിഫ്റ്റ് ഇല്ല. ഇതൊരു വെറൈറ്റി ഓപ്പറേറ്ററാണ്. ഇത് PSC ചോദിച്ചതാണ്. നള്ളിഷ് കോയാലിസിങ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഡബിൾ ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു. അപ്പോൾ ഇത് ജാവാസ്ക്രിപ്റ്റിലുള്ളൊരു സ്പെഷ്യൽ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് 2 ഓപ്പറാൻസ് കാണും. അതിനകത്തെ ഫസ്റ്റ് ഓപ്പറാൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് വാല്യൂ നള്ളോ അൺഡിഫൈൻഡോ ആണെങ്കിൽ അതിലേക്ക് സെക്കൻഡ് വാല്യൂ അസൈൻ ചെയ്യപ്പെടും. ഓക്കെ, ഫസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് വേരിയബിൾ നള്ള് അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആണെങ്കിൽ സെക്കൻഡ് വാല്യൂവിനെ ഫസ്റ്റ് വാല്യൂയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ഇതാണ് നള്ളിഷ് കോയാലിസിങ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഡബിൾ ക്വസ്റ്റ്യൻ മാർക്ക് സിംഗിൾ ഈക്വൽ ടു ആണ് ഇത് എഴുതേണ്ടത്. എക്സാമ്പിൾ ഉണ്ട്. n എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് നള്ളാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, y എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് 10 ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ദെൻ n ഈ പറയുന്ന ഓപ്പറേറ്റർ കൊടുക്കുകയാണ്. n ഡബിൾ ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു y എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെക്ക് ചെയ്യുന്നത്? n എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്പറേറ്റർ. സോ n നൾ ഓർ അൺഡിഫൈൻഡ് ആണെങ്കിൽ y യുടെ വാല്യൂ n ന് കൊടുക്കണം.
ഇവിടെ n നള്ളാണല്ലോ. അപ്പോൾ n നള്ളായതുകൊണ്ട് വൈയുടെ വാല്യൂ ആയിട്ടുള്ള 10 എന്നിലേക്ക് അസൈൻ ചെയ്ത് കിട്ടും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താവും? 10 ആവും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ സംഭവമാണ്. അപ്പോൾ n ഡബിൾ ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു y എന്ന് പറയുന്നതിന് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കമൻ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. n ഡബിൾ ക്വസ്റ്റ്യൻ മാർക്ക് ബ്രാക്കറ്റിൽ n ഈക്വൽ ടു y. അതായത് എന്നിൻ്റെ വാല്യൂ പരിശോധിച്ച് അത് നള്ളോ അൺഡിഫൈൻഡോ ആണെങ്കിൽ എന്നിലേക്ക് വൈയെ അസൈൻ ചെയ്യുന്നു. ആ ഒരു പരിപാടിയാണ്. ഒന്നുകൂടെ കേട്ട് നോക്കിയാൽ മനസ്സിലാവും ഈസി ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റേഴ്സ് എല്ലാം തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ.